നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഫണ്ട് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 പഞ്ചായത്തുകളിലെ 30 പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി 60 ലക്ഷം രൂപയും ദുർബല വിഭാഗ പുനരധിവാസ പദ്ധതി പ്രകാരം 7 പേർക്ക് ഭവന നിർമ്മാണം, ഭവന പൂർത്തീകരണം പദ്ധതിയിൽ 31,50,000 രൂപയും അനുവദിച്ചു. ആദ്യ ഗഡു വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു. ഒരു പട്ടികജാതിക്കാരുടെ വീട് എന്ന് വെച്ചാൽ തന്നെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഒറ്റ റൂമാണ് ഉണ്ടാവുക. അതിൽ അച്ഛനമ്മമാർ, പിന്നെ അവരുടെ അമ്മായി അല്ലെങ്കിൽ ചെറിയച്ഛൻ, ചെറിയമ്മ എല്ലാവരും ആ ഒറ്റ റൂമിലാണ് താമസിച്ചു വരുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മക്കൾ അവർക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല. അച്ഛനും അമ്മയൊക്കെ പാടത്തും പറമ്പിലൊക്കെ പണിക്ക് പോയി വന്ന് ഊണ് കഴിച്ച് അവർ കിടന്നുറങ്ങുന്ന സമയത്താണ് നമ്മൾ പഠിക്കാനായിട്ട് മക്കളിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്കൊരു ദേഷ്യമൊക്കെ വരും. അതിൽ പറയും, നീ കിടക്ക്, ഞങ്ങൾക്ക് നേരത്തെ എണിക്കണ്ടേ, പണി ചെയ്യണ്ടേ, പണിക്ക് പോകണ്ടേ എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഒരു പഠിക്കാൻ പോകാനുള്ളൊരു സാഹചര്യം പട്ടികജാതിക്കാരായ ആളുകളുടെ മക്കൾക്ക് തീരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളെ പോലെയുള്ളവർ എല്ലാവരും ജീവിച്ച് വന്നൊരു സാഹചര്യമാണ് പറയുന്നത്. അപ്പം അതൊന്നും വേണ്ട, നമ്മുടെ മക്കളും പഠിക്കണം, നല്ല നിലയിലെത്തണം എന്നൊരു തീരുമാനപ്രകാരം പഠനമുറികൾ, ആവശ്യാനുസരണം പഠനമുറികൾ കൊടുത്താൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യമായി എന്നുള്ളൊരു തീരുമാനപ്രകാരമാണ് അന്ന് AK ബാലൻ മന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾക്ക് ഈ പഠനമുറി എന്നൊരു സ്വപ്നം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നിലവിൽ വന്നത്. ബ്ലോക്ക് വികസനകാര്യ സ്ഥിരസമിതി ചെയർമാൻ A. രാജൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർമാൻ PH സൈതാലിക്കുട്ടി, R. ശാന്തകുമാരൻ, KV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു.